Hi, dear students. Our first topic is indefinite integrals. First, we define an antiderivative. Antiderivative. We are familiar with the term derivative. So, what is antiderivative? The function capital F is called an antiderivative. An antiderivative of small f on I if capital F dash x equal to f of x for every x belongs to I. For example, if we know that d by dx of x square equal to 2x. Therefore, x square is the antiderivative of 2x. ഇത് നമ്മള് ഏത് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണോ ഈ ഫംഗ്ഷൻ കിട്ടിയത് അതാണ് ആന്റിഡെറിവേറ്റീവ്. സോ what is antiderivative of 1 by x? Antiderivative of 1 by x equal to ln x. ഇതാണ് antiderivative എന്ന് പറഞ്ഞാൽ antiderivative of cos x. ഏത് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് cos x ഇടുക? sin x. Antiderivative of e raised to 2x. ഏത് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് e raised to 2x ഇടുക? Equal to e raised to 2x by 2. കാരണം e raised to 2x by 2 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 into e raised to x by 2 എന്ന് കിട്ടും. That is e raised to 2x. So this is the antiderivative. അപ്പോൾ ഒരു ഫംഗ്ഷന് തന്നെ ഒരുപാട് ആന്റിഡെറിവേറ്റീവ്സ് ഉണ്ടാവും. ഒരു ഉദാഹരണമായിട്ട് f1x equal to x cube, f2x equal to x cube plus 1, f3x equal to x cube plus 1, x cube minus pi are antiderivatives of x square. കാരണം എക്സ് ക്യൂബ് ഡിഫറൻഷിയേറ്റ് ചെയ്താലും 3x സ്ക്വയർ കിട്ടും. എക്സ് ക്യൂബ് പ്ലസ് 1 ഡിഫറൻഷിയേറ്റ് ചെയ്താലും 3x സ്ക്വയർ കിട്ടും. എക്സ് ക്യൂബ് മൈനസ് പൈ ഡിഫറൻഷിയേറ്റ് ചെയ്താലും 3x സ്ക്വയർ കിട്ടും. അപ്പൊ ആന്റിഡെറിവേറ്റീവ് is need not be unique. We can say that for x cube plus c x cube plus c is the antiderivative of 3x square where c is any constant. അപ്പൊ അങ്ങനെ നമുക്ക് ആ സി ഉപയോഗിച്ചിട്ട് നമുക്ക് യുണീക്ക് ആയിട്ട് ആന്റിഡെറിവേറ്റീവിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ സി എന്ന് പറയുന്നത് എന്താവും? ഇപ്പൊ ഇവിടെയൊക്കെ ഈ ഫസ്റ്റ് പ്രോബ്ലം f1x സിന്റെ വാല്യൂ 0 ആണ്, f2x സിന്റെ വാല്യൂ 1 ആണ്, f3x സിന്റെ വാല്യൂ -π ആണ്. ഓക്കെ, ഇത് നമുക്കൊരു റിസൾട്ട് ആയിട്ട് ജനറലൈസ് ചെയ്യാം. ഇഫ് f of x is an antiderivative of small f of x, then
every antiderivative of f of x can be written as g of x equal to f of x plus c. Next is a problem. The problem is, let f of x equal to 1. Question A, show that capital F of x equal to x is an antiderivative of small f on minus infinite plus infinite. Second question, find all antiderivatives of small f of x. Let me find all antiderivatives of small f on minus infinite plus infinite. അപ്പൊ ഇവിടെ നമുക്ക് കാണേണ്ടത് ഇത്രേ ഉള്ളൂ, ഇതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ആൻസർ. Question A, what is capital F dash x? Capital F dash x equal to 1 equal to small f of x. This is true for all x belongs to R or x belongs to minus infinity plus infinity. Therefore, capital F is an antiderivative of small f. And secondly, second part, if നേരത്തെ പറഞ്ഞ പോലെ ഒരു ആന്റിഡെറിവേറ്റീവ് കിട്ടിയ എല്ലാ ആന്റിഡെറിവേറ്റീവിനെയും നമുക്ക് all antiderivatives of f ഇപ്പൊ നമ്മൾ എങ്ങനെ പറയാം, g of x equal to x plus c, the collection of all antiderivatives where c is an arbitrary constant. C ക്ക് നമ്മൾ arbitrary constant എന്നാണ് പറയുക. C is an arbitrary constant, fixed constant അല്ല, is the collection of all antiderivatives. Collection of all antiderivatives of small f on minus infinite plus infinite. അപ്പോൾ ഒരു ആന്റിഡെറിവേറ്റീവ് കിട്ടിയാൽ നമുക്ക് പ്ലസ് സി ആഡ് ചെയ്താൽ ഓൾ ആന്റിഡെറിവേറ്റീവ്സിനെ എക്സ്പ്രസ് ചെയ്യാം. Now, what is the geometry of this? നമുക്കതിന്റെ ജോമെട്രി എന്താണെന്ന് അന്വേഷിക്കാം. നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാല് സ്ലോപ്പ് 1 എന്നാണ് അർത്ഥം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 1 ആയിട്ടുള്ള ഫംഗ്ഷൻ, ക്യാപിറ്റൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 1 ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഡെറിവേറ്റീവ് 1 ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും എന്നാണ് അർത്ഥം. ഡെറിവേറ്റീവ് 1 ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആന്റി ഡെറിവേറ്റീവ്സിനെ മുഴുവൻ സ്കെച്ച് ചെയ്യാം. ആന്റിഡെറിവേറ്റീവ്സിനെ മുഴുവൻ സ്കെച്ച് ചെയ്ത് അതിന്റെ ഒക്കെ സ്ലോപ്പ് 1 ആയിരിക്കും. പാരലൽ സ്ട്രൈറ്റ് ലൈൻസ്. സോ ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇത് അങ്ങനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇങ്ങനെ ആയിരിക്കും ഈ ലൈൻ.
ഇങ്ങനെയായിരിക്കും ഈ സ്ട്രൈറ്റ് ലൈൻസിന്റെ ഇക്വേഷൻസ് ഉണ്ടാവും. ഇതിന്റെ താഴെ f(x) -1 ആയിരിക്കും, അങ്ങനെ -2 അങ്ങനെ ആയിരിക്കും സ്ട്രൈറ്റ് ലൈൻസ് ഉണ്ടാവുക. ഇനി f(x) 1/2 ആണെങ്കിൽ ഇടയിൽ കൊടുക്കുക, 1/4 വേണമെങ്കിൽ കൊടുക്കുക. ഇതൊക്കെ ഇതിന്റെ ആന്റി ഡെറിവേറ്റീവിന്റെ കളക്ഷൻ ഉണ്ടാവും. Now, what is an indefinite integral എന്നുള്ള ഇതിലേക്കാണ് നമ്മൾ വരുന്നത്. Indefinite integral. Indefinite integral എന്ന് പറഞ്ഞാല് the process of finding അല്ലെങ്കിൽ integration എന്ന് പറഞ്ഞാല് the process of finding all antiderivatives is called the integration. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ or anti differentiation. ആൻഡ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആന്റി ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഫംഗ്ഷൻ കിട്ടിയത് എന്ന് കണ്ടുപിടിക്കാം. ഈ ആന്റി ഡിഫറൻസിയേഷൻ ഈസ് ദ ടേം ഈക്വലന്റ് ടു ഇന്റഗ്രേഷൻ. അപ്പൊ ഇവിടെ കളക്ഷൻ ഓൾ ആന്റി ഡെറിവേറ്റീവ്സ് ആണ് ഇന്റഗ്രൽ. അതുകൊണ്ടാണ് ഇന്റഗ്രേഷനിൽ നമ്മളെ ആർബിട്രറി കോൺസ്റ്റന്റ് എഴുതുന്നത്. അപ്പോ if capital F of x is the antiderivative of small f on my small f on some interval I, then we say then integral of f of x dx is the collection of all antiderivatives, that is f of x plus capital C. For example, നമ്മൾ നേരത്തെ പറഞ്ഞ integral 1 dx can be written as plus C, where C is an arbitrary constant. C is called the constant of integration. C is called the constant of integration. Next, antiderivative കാണുന്ന പ്രോസസ് അല്ലെങ്കിൽ നമുക്കറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് ആണ് d/dx of x raised to n equal to n into x raised to n minus 1. Now find all antiderivatives of x raised to n. അപ്പൊ അതെങ്ങനെ കാണും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ we have d/dx of x raised to n equal to n times x raised to n minus 1. ഈ n നെ ഇങ്ങോട്ട് എടുത്താലോ, d/dx of x raised to n by n equal to x raised to n minus 1. Now if we replace n by n plus 1, then what will we get? This d/dx of x raised to n plus 1 by n plus 1 equal to x raised to n plus 1 minus n. That is, derivative of x raised to n plus 1 by n plus 1 is x raised to n. Then antiderivative of x raised to n. Antiderivative of x raised to n is antiderivative of x raised to n is x raised to n plus 1 by n plus 1. Therefore, integral x raised to n dx equal to collection of all antiderivatives or collection of all antiderivatives of x raised to n equal to x raised to n plus 1 by n plus 1 plus c. ഇനി ഡിഫറൻസിയേഷൻ വിശദമായിട്ട് +2 പഠിച്ചതാണ്. ഇനി ഈ സെമ്മിലും നമ്മൾ പഠിക്കും കേട്ടോ.
അപ്പൊ ആന്റി ഡിഫറൻസിയേഷൻ ആദ്യം നമുക്ക് ഇന്റഗ്രേഷന്റെ ഒരു ടേബിള് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് ടേബിൾ. നമുക്കറിയാവുന്ന പോലെ ഡിഫറൻസിയേഷന്റെ ഫോർമുല ഡി ബൈ ഡി എക്സ് ഓഫ് സി ഈക്വൽ ടു 0 ആയതുകൊണ്ട് സീറോന്റെ ആന്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ സി ആയിരിക്കും. അങ്ങനെ ഓരോ ഫംഗ്ഷന്റെ എക്സ് റേസ് ടു എൻ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ ആന്റി ഡെറിവേറ്റീവ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, അതുകൊണ്ട് കോസ് എക്സിന്റെ ആന്റി ഡെറിവേറ്റീവ് സൈൻ എക്സ് പ്ലസ് ആർബിട്രറി കോൺസ്റ്റന്റ് സി ഓർ ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് സി. അങ്ങനെ ഓരോന്നും ഈ 8 ഫോർമുലയാണ് ഇവിടെ ഉള്ളത്. ഈ ഫോർമുല നമുക്ക് വളരെ ഫെമിലിയർ ആണ് എന്നാണ് അല്ലെ, പ്ലസ് 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സെമ്മിലും നമ്മൾ പഠിക്കും, വിശദമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഈ ഫോർമുലയിൽ എക്സ് റേസ് ടു എന്നിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന കേസ് n ഈക്വൽ ടു -1 മാത്രമുള്ളൂ. അതായത് n ഇന്റിജർ ആവണമെന്നില്ല, പോസിറ്റീവ് ആവണമെന്നില്ല, റാഷണൽ ആവണമെന്ന് പോലും ഇല്ല. അപ്പൊ ഇന്റഗ്രൽ what is integral 1 by x cube dx, that is equal to integral x raised to -3 dx. So we can use the formula, that is equal to x raised to -3 plus 1 divided by -3 plus 1 plus c, or x raised to -2 by -2, that is -1 by 2 into 1 by x square now. So -1 by 2 x square plus c എന്നായിരിക്കും ആൻസർ ഉണ്ടാവുക. ഓക്കെ, now what is integral x raised to 1 by 4 dx, still x raised to 1 by 4 plus 1 divided by 1 by 4 plus 1 plus c, that is the x raised to 5 by 4 ആവുന്നത് ഡിനോമിനേറ്ററിൽ 5 by 4 ആയിട്ട് അത് മുകളിലേക്ക് വരുമ്പോൾ 4 by 5 into x raised to 5 by 4 plus c എന്നായി മാറും. റൈറ്റ്, അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് തന്നെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എല്ലാറ്റിനും കാണാൻ പറ്റും. ഓക്കെ, ഫൈൻഡ് ദ ഇനി ഇതിന്റെ ആന്റി ഡിഫറൻസിയേഷന്റെ ഓർ ഇന്റഗ്രേഷന്റെ റൂൾസ് ആണ്. റൂൾസ് ഓഫ് ഇന്റഗ്രേഷൻ. നമുക്കറിയുന്ന റൂൾസ് തന്നെയാണ്. നമ്മൾ 2 റൂളാണ് പറയുന്നത്. ഒന്ന്, രണ്ട് ഫംഗ്ഷന്റെ സമ്മോ ഡിഫറൻസോ വന്നാല് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമെന്നാൽ, എങ്ങനെ ആന്റി ഡെറിവേറ്റീവ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കാണുന്നതാണ്. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് പ്ലസ് ഓർ മൈനസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്, ഓർ വി ക്യാൻ സ്പ്ലിറ്റ് ദ ഇന്റഗ്രൽ ഇൻടു 2. പ്ലസ് ഓർ മൈനസിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ഇന്റഗ്രലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ കോൺസ്റ്റന്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ഇന്റഗ്രൽ സി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സി ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ 2 പ്രോപ്പർട്ടി ആണുള്ളത്. ഈ 2 പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് വാട്ട് ഈസ് ഇന്റഗ്രൽ 2x plus 3 dx. First we can apply the first rule, that is this equal integral 2x dx plus integral 3 dx. അതായത് പ്ലസിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി we can take the constant outside, so 2 can be taken outside. 2 into integral x dx plus 3 into integral 1 dx. 1 എന്ന് പറഞ്ഞാൽ ശരിക്കും x raised to 0 ആണ് അല്ലേ. അപ്പോൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത 2 into x ഇന്റഗ്രേറ്റ് ചെയ്ത x square by 2 plus 3 into 1 ആണെങ്കിൽ x raised to 0 ആണ്, x raised to 1 divided by 1. This x ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് രണ്ടിനും കൂടെ 1 മതി, പ്ലസ് സി. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ x square plus 3x plus. This is the integral of the function 2x plus 3. അതുപോലെ what is the find, നിങ്ങൾ ചെയ്തു നോക്കുക. ഇന്റഗ്രൽ 2x cube dx. Third one, integral 2x plus 3 sin x dx.
അടുത്ത integral 3x raised to 5 minus 2x cube plus 2 minus 3x raised to minus 1 by 3 dx. അടുത്ത question, integral x plus 1 into x square minus 2 dx. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ പെട്ടെന്ന് കഴിയും. അടുത്ത question, integral 2x square minus 1 divided by x square dx. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തു. ടേം ബൈ ടേം ഡിവൈഡ് ചെയ്താൽ മതി. This can be written as integral 2 minus 1 by x square dx. 2 രണ്ട് ടേം ആക്കും, ടേം ബൈ ടേം ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അടുത്തല്ല ഒരു വൺ മോർ ക്വസ്റ്റ്യൻ. Integral sin t divided by cos square t dt. sin t by cos t നമ്മൾ ചെയ്തിട്ടുണ്ട്. sin t by cos t into 1 by cos t dt ഉപയോഗിച്ചാൽ നമുക്കത് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലേ, ഇന്റഗ്രേറ്റ്. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയും പറയാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ മതി. ഇന്റഗ്രൽ √x plus 3 by √x dx. 8th question. And 9th question, integral cos 2x by cos x minus sin x dx. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. And 10th one, integral 1 by sin square x cos square x dx. ട്രിഗണോമെട്രിയിലെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യെസ്, ആൻഡ് 11th one, integral 3x raised to 4 minus 2x square plus 1 divided by x raised to 4 dx. ഇത്രയും പ്രോബ്ലങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കാം. Integral 2x cube dx, 2x plus 3 sin x dx, 3x raised to 5 minus 2x cube plus 2 minus 3x raised to minus 1 by 3 dx, x plus 1 into x square minus 2 into dx. ഓരോന്നും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. യെസ്, ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.